ഈ പടകൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? ഹലോ, എക്സ്ക്യൂസ് മീ, എങ്ങോട്ടാ? പാർക്കിക്ക് എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ. സൂവിൻ്റെ മൂഡ് പോലെ ഉണ്ടാവും എവിടേക്കെങ്കിലൊക്കെ മാറിപ്പോണെങ്കിൽ. സൂ എവിടേക്കാ പോണേ? ഇങ്ങനെ കാണിക്കല്ലേ, എവിടേക്കാ പോണേ? ലക്ഷം ലക്ഷം പിന്നാലെ. അക്കു ചേട്ടാ ഇവിടെ നോക്ക്, ഹാജ വരുന്നുണ്ടോ? ഇല്ല, ഈ വിളിച്ചോ? പൊലിഞ്ഞിങ്ങോട്ട് പോവാണല്ലോ. എന്താ പാർക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഇങ്ങോട്ട് കേട്ടോ. ഒരു കാര്യം, പാർക്കിൽ അനുസരണക്കേട് കാണിച്ചാൽ എല്ലാവർക്കും ഉള്ളതാണ്, അക്കൂനും കൂടി ഉള്ളതാണ്. കേട്ടല്ലോ കേട്ടല്ലോ. പിന്നെ ഞാൻ കൊണ്ടുവരൂല. എന്താ അയ്യോ പിടിച്ചിരിക്കണം കേട്ടോ, തെറിച്ചു പോവല്ലേ. ബാഡ് കമന്റ് ഇടോ? എന്റെ ദൈവമേ, ആയു പറഞ്ഞ കേട്ടോ, ഇങ്ങനെ ഇരുന്നാലേ എല്ലാരും വീഡിയോ കണ്ടിട്ട് ബാഡ് കമന്റ് ഇടുന്നു. ഇതെല്ലാരും ഒന്ന് കേക്കണം കേട്ടോ. സു പറഞ്ഞ കേട്ടോ. എടാ ഇയമ്മന്റെ വീഡിയോ പറഞ്ഞ നമ്മളെയും കൂടി ചാനലല്ലേ. അങ്ങ് പോട ചെക്ക. അല്ല പിന്നെ ചൂടന്നെയാണ് കേട്ടോ ഇവിടെ. ആദ്യം നമ്മൾ ഏതിലാ കയറാൻ പോണേ? ആദ്യം ഊഞ്ഞാലാ? ഓക്കെ, കേറിക്കോ. അതെ, ഫൈറ്റ് പാടില്ല. ആ നന്ദ അക്കുചേട്ടന്റെ മടിയില്. ഏത് കൂടെ വരാൻ പോണേ? ഇത് കൂടെ വായോ. ഓക്കെ ഓക്കെ. വെള്ളം കുടിക്കാം. എല്ലാരും ക്ഷീണിച്ചു. എനർജിക്കാണ് കേട്ടോ. വയൽ 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 ആയുവിനെ വിളിച്ചോണ്ട് പോ. എനർജി സാധനം, മെഡിസിനാ. എല്ലാരും ബസ് കയറിക്കോ. എങ്ങോട്ടാ പോണ്ടത്? അയ്യോ മാഡം കേറി, അനുവാദമില്ലാതെ കേറി അങ്ങോട്ട് ഇരിക്കുന്നു. മടിയിൽ കേറി ഇരിക്കുക. വേണ്ട ചിക്കോ, ഈ പാർക്കിൽ അവര് സേഫാണ്. അവിടെ കേറി ഇരിക്കുക. മെല്ലെ ഒന്ന് നിന്നെ തൊട്ട് നോക്കി, ഇങ്ങനെ ഒന്നും പതുക്കെ പതുക്കെ എന്റെ മേലിക്കൊന്ന് വന്നു നോക്കി. ഞാൻ ഒന്നും പറയുന്നില്ലാന്ന് കണ്ടപ്പോ മെല്ലെ മെല്ലെ അങ്ങോട്ട് ആ കുറുകലില്ലേ, പൂച്ചകൾക്ക് ഒരു അഫെക്ഷന്റെ ഒരു കുറുകലില്ലേ, ആ കുറുകലും ചേർത്ത് ആളെ അങ്ങോട്ട് കേറിയിരുന്നു. അയ്യോ ഹലോ, ഞാൻ ഇവർക്ക് ആപ്പിളൊക്കെ മുറിച്ചുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തൊടാത്തത്. ഞാൻ കൊണ്ടുപോയാലോ? കൊണ്ടുപോയിക്കോ, നാട്ടിക്ക് കൊണ്ടുപോയിക്കോ. എന്തൊരു കുറുകലാ കുറുകുന്നേ. ഇവരിവിടെ മനുഷ്യന്മാരൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവും. ഇവിടെ കുട്ടികൾ കൊണ്ടുവരുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട്. കണ്ടുപിടിച്ചു.
ഫസ്റ്റ് ആ കളി മാറി കളിക്കും 20 പേര് 20 1 2 3 മെല്ലെണ്ണോ 1 2 3 4 5 6 നോക്കലടാ എന്താടാ നോക്കാൻ പാടില്ല കേട്ടോ. ആ മതി. ആ കണ്ടെത്തി ഒളിച്ചോ വേ കണ്ടെത്ത്. എവിടെ എന്നോട് ചോദിക്കുക എവിടെ എനിക്കറിയില്ല. എവിടെയാ? ഓ സാറ്റ് പറയണേന് മുമ്പ് വന്ന് സാറ്റ് അടിക്കണം. അങ്ങനെയാണ്. അക്കുനെ കാട്ടി കൊടുക്കരുത്. അക്കുനെ ആയു കണ്ടുപിടിക്കണം. നന്ദ കാട്ടി കൊടുക്കരുത്. അതാ നന്ദ അക്കുനെ കാട്ടി കൊടുക്കാൻ പോണു. അക്കു അവിടെ നിന്ന് എണീറ്റ് ഓടിയിട്ടോ. അപ്പേക്ക് കണ്ടുപിടിച്ചു. ആ മനസ്സിലായി. നമുക്ക് നന്ദയ്ക്ക് പറഞ്ഞു കൊടുക്കാം. വാ നന്ദ, അങ്ങനെ ഒരാളെ കാണിച്ചു കൊടുക്കാൻ പാടില്ല. ആ കണ്ടുപിടിക്കാനാ പാടുക. നീ കാണിച്ചു കൊടുക്കാൻ പാടില്ല. നീ എണ്ണ അപ്പൊ നീ കണ്ടുപിടിക്കും. ഓക്കെ എന്നാ നന്ദ പോയി എണ്ണ. ഇനി നന്ദ എണ്ണണ്ട്. അവിടെ ഇല്ല എണ്ണ. അവിടെ വാ ഞാൻ കാണിച്ചു തരാം. എണ്ണണം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 19 കഴിഞ്ഞിട്ട് 21 അല്ല 11 വരെ. ആ എവിടെ വരെയെങ്കിലും ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 14 11 ആ ഇനി കണ്ടുപിടി. ഓരെ കണ്ട ഇവിടേക്ക് ഓടി വരണം കേട്ടോ. ആ ആയു സാറ്റ് അടിച്ചു. നീ അക്കുനെ കണ്ടുപിടിക്കും. അക്കുനെ കണ്ടു കേട്ടോ നന്ദ. അക്കു പോരെ കണ്ടു. ആയു എന്നെ കണ്ടു. അക്കുവേ ദൂരെ വിളിക്കാൻ പോയ അങ്ങനെയാണ്. വാ ബുദ്ധിപൂർവ്വം ദൂരെ പോയി. ആ ബുദ്ധിപൂർവ്വം ദൂരെ പോയി ഒളിച്ചു. അവിടെ ഒളിഞ്ഞു നോക്കിയിരിക്കുന്നു. പെണ്ണെന്ന് നന്ദ അങ്ങോട്ടോ എങ്ങോട്ടോ പോയി. നന്ദ അതാ പോകുന്നു. 9 10 11 12 13 14 15 16 17 18 19 ഒളിച്ചില്ലെങ്കിൽ ഇതാ വരും. അയ്യോ ഈ ഇവിടെ തന്നെ വിളിച്ചിട്ടല്ലടാ. നന്ദ മണ്ടത്തി അതാ ഓടി വരുന്നു. നന്ദ സാറ്റ് അടിച്ചു പോര്. സാരല്ല കുടിക്കാം. ഇനി വെള്ളം കുടിക്കാം. വാ എല്ലാരും വാ. ആണോ നന്ദയ്ക്ക് വെള്ളം വേണോ? വാ ആട്ടി തട്ടെ സ്പീഡില് വീഴട്ടെ. കണ്ടോ അത്ര മെല്ലെ ഓട്ടി തന്നെ. ഇവര് ആട്ടിക്കൊടുക്കണ സ്നേഹമായിട്ടല്ല പ്രതികാരമായിട്ടാണ് കാണുന്നത്. പകരം വീട്ടില്ല കേട്ടോ. മെല്ലെ ആട്ടിക്കൊടുക്ക്. പേടിക്കോ പേടിക്കോ പേടിക്കോ? പേടിക്കോ? അതിന് നന്ദേനൊന്ന് ഞാൻ സ്പീഡിലാക്കട്ടെ. പേടിക്കരുത് കേട്ടോ. ഉറുക്കി പിടിക്കണേ. വീഴരുത്.
മുറുക്കി പിടിക്കും. കുറച്ചുകൂടി മേലേക്ക് പിടിക്കും. കുറച്ചുകൂടി മേലേക്ക്. മുറുക്കി പിടിക്കണം കേട്ടോ. അതാ പോണേ. പിടിക്കരുതേ, മുറുക്കി പിടിക്കണേ. കാല് നോക്കി വെച്ച്. ഓക്കെയാണോ? മതിയോ? മതിയോ? ചുണ്ട് തട്ടൂട്ടോ, ഞാൻ വിട്ടാല് ചുണ്ട് തട്ടാതെ. കണ്ടോ കണ്ടോ, ചുണ്ട് തട്ടാൻ സാധ്യതണ്ടേ. അക്കുചേട്ടൻ്റെ ആയുവിൻ്റെ ഒക്കെ ചുണ്ട് കുത്തുന്ന് പറഞ്ഞിട്ടില്ലേ? മതി വിട്ടോ. വീഴല്ലേ, മെല്ലെ. ചുണ്ട് കെട്ടിയോ? കൈ പൊള്ളിയോ? കൈ പൊള്ളിന്ന് അതോണ്ടാ? ഇപ്പൊ പൊള്ളിയില്ല അല്ലേ? എന്ത് വരവാ? എന്താ ഞാൻ ഇവിടെ നിക്കണോ? വാ, ആയുണ്ട് താഴെ, വേ വാ. ആയു അതാ വരുന്നോള്. നമുക്ക് വീട്ടിൽ പോയാലോ? എന്ത് വേണ്ട? നേർവഴി അറിയില്ലേ പൊന്നെ? നേരെ പോവാൻ അറിയില്ലേ? വായോ, നമ്മള് വീട്ടിൽ പോവാണ്. മതി. എന്താ നന്ദാ, കുഴങ്ങിയില്ലേ? ആയു കുഴങ്ങിയില്ലേ? പോവല്ലേ? പോവാ. വീണു ആരും കണ്ടില്ല, വീണു ആരും കണ്ടില്ല. എന്തുപോലെ ആയിണ്ട് നോക്ക് ചിക്കോ. ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി ആട്ടോ. ചിക്കുനൊക്കെ കോലം നോക്ക്. ശ്രീ ചേച്ചീന്റെ കോലൊക്കെ നോക്കി. ഇതാണ് ഞങ്ങളെയൊക്കെ കോലം കേട്ടോ. എല്ലാവരും വെള്ളം കൊടുക്കണേ, വെള്ളം കൊടുക്ക്, വെള്ളം കൊടുക്ക്. പഴംപൊരി പോലെ ആയിട്ടുണ്ട്. പഴംപൊരി പൊരിച്ച പോലെ ആയിട്ടുണ്ട്. തല്ലൂടരുത് തല്ലൂടരുത്. കുടിച്ചിട്ട് കൊടു. പൊരിച്ച പഴംപൊരി പോലെ. പൊരിച്ച പഴംപൊരി. അക്കു പോവല്ലേ വീട്ടിക്ക്? കണ്ട, എന്നാലും ഇവർക്ക് എങ്ങനെയാ അത് വേണ്ട? ആയു പോവല്ലേ വീട്ടിക്ക്? ഇതെങ്ങനെ ഇവര് വേണ്ട പറയണെന്ന് മനസ്സിലാവണില്ല. വീട്ടിൽ പോവല്ലേ? ഞങ്ങൾക്ക് ചൂടെടുത്തിട്ട് വയ്യ ഇവിടെ. എന്താ? ഇവിടെ ഇരുന്ന് വീഡിയോ ഉണ്ടാക്കിക്കോളാം ഞങ്ങളോട്. മതി മതി മതി, നമുക്ക് പോവാ. വീടുണ്ടാക്കിക്കോന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഉണ്ടാക്കിക്കോ. വീടുണ്ടാക്കിക്കോന്നാ പറഞ്ഞത്. ഇവിടെ ഇവിടെ ഒരു വീടുണ്ടാക്കിക്കോളാം. എന്നാ ഇവിടെ കിടക്കായിരുന്നു. പോവാന്ന് കൊറേ നേരമായി ഞാൻ വിളിക്കുന്നില്ല. സൂ എന്താ പറയുമ്പോ കാറിൽ കയറിയിരിക്കുന്നു. അയ്യടാ വെറുതെ. സൂ നോക്കിയ ഫ്രഷ് കുട്ടപ്പൻ. ഞങ്ങളൊക്കെ ഇവിടെ സൂ കിടന്നുറങ്ങണോ ഉറങ്ങണോടത്തുനിന്ന്. ഞാൻ ബ്ലഷ് ആണോ? അല്ല, മേക്കപ്പ് ഒക്കെ ഇട്ട് പാർക്കിൽ വന്നതായിരുന്നു. സുഭാഷ് ചേട്ടാ, മോളെയൊക്കെ ഒന്ന് വിളിച്ചു. ഓളെ കയ്യില് വെള്ളാണെന്ന്. വായോ വായോ, പാക്കപ്പ്. എന്നിട്ട് ചപ്പലിട്ടെ. ഇന്നേ സൂ വരൂലെന്ന് പറഞ്ഞ് ഞങ്ങളോട് ഒറ്റയ്ക്ക് പൊയ്ക്കോന്ന് പറഞ്ഞ് ഇരുത്തിയതായിരുന്നു കേട്ടോ. നന്ദ ഒരു സെൻറ്റി ഡയലോഗ് അടിച്ചു സൂവിൻ്റെ അടുത്ത് വന്നിട്ട്. സൂ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, വൈകുന്നേരം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നേ. അതിൽ നന്ദ സോഫയമ്മ കിടന്ന് ഒരൊറ്റ കരച്ചിൽ. അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടേക്ക് സങ്കടമാവണമെന്ന്. അത് കേട്ടോടെ അച്ഛൻ സെൻറ്റി ആയിട്ട് അച്ഛൻ ഇറങ്ങി വന്നതാണ്. അല്ലെങ്കിൽ സൂ വരൂലട്ടെ ഈ ചൂടത്തേക്ക് പുറത്തേക്ക്. നന്ദ, ഈ സെൻറ്റി ആക്കിയില്ലേ അച്ഛനെ? ഈ അതറിഞ്ഞില്ലേ? സൂ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വേണമെങ്കിൽ സമാധാനത്തോടെ കിടക്കാൻ പറഞ്ഞിട്ട് വേഗം പോയിക്കോ പറഞ്ഞാൽ. ഞാൻ എന്നിട്ട് കുട്ടികളെയൊക്കെ ചിക്കുനെയും വിളിച്ചു കേട്ടോ. ചിക്കും വരുന്നില്ല പറഞ്ഞേ. അപ്പൊ ഞാൻ ഈ കുട്ടികളെയൊക്കെ എടുത്ത് പാർക്കിക്ക് ഇങ്ങനെ വരുന്ന ഇങ്ങനെ രണ്ട് മനസ്സായി ഇങ്ങനെ നിൽക്കരുത്. ഞാൻ പക്ഷെ ഒരുങ്ങി
അതിൽ നന്ദുണ്ട് ഒരുങ്ങാതെ ബെഡിൽ ആ സോഫയുമ്പോൾ കിടന്ന് കരയണം. അപ്പം എന്താ വെച്ചപ്പോൾ എനിക്ക് അച്ഛനെ കണ്ടിട്ട് സങ്കടം വരുന്നു. അതായത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പങ്ങളെയൊന്നും കൂട്ടാതെ പോണതിന്റെ സങ്കടവും. സൂ ആണെങ്കിൽ വയ്യ, സദ്യ കഴിച്ച് വന്നതിന്റെ ക്ഷീണത്തിൽ കിടക്കുകയായിരുന്നു സൂ. എനിക്ക് അച്ഛനെ കണ്ടിട്ട് സങ്കടം വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരഞ്ഞു. അതിൽ സൂ അങ്ങോട്ട് സങ്കടമായി. അച്ഛയ്ക്ക് ഒന്നുമില്ല ഒന്നേ, അച്ഛയ്ക്ക് ഒന്നുമില്ല അറിഞ്ഞിട്ട് വേഗം ഉറങ്ങണ അച്ഛൻ ചാടി എണീറ്റ് പാർക്കിക്ക് വന്നതാണ്. മതി, വായോ വായോ വായോ, എന്നാ നന്ദ ചെരുപ്പിട്. ഇട്ട് തരുമൊന്നുമില്ല, അങ്ങോട്ട് ഇട്ടോ. നന്ദേ തുള്ളി കളിക്കാണ് കര. ഇല്ല കുട്ടി, അടിപൊളിയായി ചെരുപ്പിടുന്നത് ഇപ്പൊ കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കും, വേഗം കാണിച്ചു കൊടുക്കും, വേഗം കാണിച്ചു കൊടുക്കും. കണ്ടോ, ശരിക്കും ചെരുപ്പിടാനറിയാം. ഇപ്പൊ ശരിയാക്കി തരാം. ഏത് കാലം എന്നോടാ ചോദിക്കുന്നത്? ഇത്ര കാലമായിട്ട് ചെരുപ്പിടാൻ അറിയില്ല പറഞ്ഞാൽ മോശമാണ് നന്ദേ. ആ ഓക്കെ ഓക്കെ, കറക്റ്റ്, ഇട്. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് ആര് ചെരുപ്പിടും? നന്ദേ അല്ലാതെ അല്ലേ? എല്ലാ കുട്ടികളും അമ്മ ഇട്ട് തരണം, അമ്മ ഇട്ട് തരണം പറയും. നന്ദയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇടും. കണ്ടോ, ഇട്ട് കാണിച്ചു കൊടുക്ക് വേഗം. ഈ കള്ളു കുടിച്ചിട്ടുണ്ടോ? എന്റെ ഈശ്വര, താങ്ക്സ് ഫോർ സേവിങ് മീന്നോ? എന്തിനാ? എന്നെ ആരാ സേവ് ചെയ്ത? മറ്റേ കാലും കൂടി ഇട്, മറ്റേ കാലും കൂടി ഇട്, മറ്റേ കാലും കൂടി. എല്ലാരും ഇപ്പം നോക്കൂ, ഈ നന്ദക്കുട്ടി ഒറ്റയ്ക്ക് ഇടുന്ന ഇപ്പൊ കാണിച്ചു തരും കേട്ടോ. വേട് വേട് വേട്, കണ്ടോ? പണിയെടുക്കേ, സ്വന്തം കാലിൽ ചെരുപ്പിടാൻ പണിയെടുക്കലാണോ? നടക്കാൻ കൊണ്ട് മൊത്തം തുഴഞ്ഞു നടക്കാൻ ഒരു പ്രശ്നമില്ല. ഒരു ചെരുപ്പിടിക്കാൻ നമ്മളെ കൊണ്ടാ പണിയെടുപ്പിക്കുന്നത്. പറയണ നോക്കണേ, അഹങ്കാരി, ധിക്കാരി. അപ്പൊ പാർക്കിനോടൊക്കെ ടാറ്റ പറഞ്ഞോ? ആയു പാർക്കിനോട് ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ. ആണോ? എന്തൊരു ചൂടാന്നറിയോ? ഈ ചൂടൊക്കെ പോയിട്ട് ഇനി ഞങ്ങൾക്ക് നല്ല കാലം വരാൻ പോകുന്നുണ്ട്. സുഹേൽ വന്നിട്ടുണ്ട്. സുഹേൽ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പാവുന്നതാണ്. വായോ വായോ, കേറ്, കേറ് കേറ് കേറ്.